അപ്പം നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ള സ്ഥലത്തിൻ്റെ പേരാണ് ഹണി കോട്ടേജ് റിജാൽ അൽമ. അപ്പോൾ അബഹാൽ വരാണെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഓക്കെ, അപ്പോൾ അബഹാൽ കുറേ ഹണി ഫാംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിലേറ്റവും വലിയ ഒരു ഹണി റിഫൈനറി ആണ് ഈ ഹണി കോട്ടേജ്, റിജാൽ അൽമാലുള്ള ഹണി കോട്ടേജ്. ഓക്കെ, അത് കണ്ട അവിടെ വിൻഡ് മില്ലുണ്ടല്ലോ അച്ഛൻ, നല്ല രസമുണ്ടല്ലോ ഈ ബോഗൻ വില്ല്, ഈ പൂക്കളിടയിൽ കൂടി അതിങ്ങനെ കാണാൻ നല്ലുണ്ട്. അവിടെ കാണുന്നത് അത് വൈറ്റ് കോട്ട് സ്റ്റോൺസ് അല്ലേ? നമ്മളങ്ങോട്ട് കയറി നോക്കവാ, നല്ല രസമുണ്ട് എന്തായാലും. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറണം പിന്നെ. അപ്പോൾ വിൻറ്റേജ് കാർസ് എപ്പോഴും എൻ്റെ വീക്ക്നെസ്സാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഒരു പഴയ പോലീസിൻ്റെ കാർ വെച്ചിട്ടുണ്ട്, നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അവരുടെ തരുന്നുണ്ടോ എന്ന് വെച്ചാലോ. അപ്പോൾ എവിടെ വിൻറ്റേജ് കാർസ് കണ്ടാലും ഞാൻ ഒരിക്കലും ഫോട്ടോ എടുക്കാൻ മിസ് ചെയ്യാറില്ല. വാവ്, ഇവിടെ കയറുമ്പോൾ തന്നെ എന്തൊരു ലുക്കല്ലേ നോക്ക്. ആ ഒരു ഹട്ടും പിന്നെ അതിൻ്റെ മേലെ ആ ഒരു ബിൽഡിങ്ങിന് ഗ്രീസിൻ്റെ സ്റ്റൈലിൽ ബ്ലൂ കളർ വിൻഡോസും അതിലിങ്ങനെ ഫ്ലവർ തൂങ്ങി കിടക്കുന്നതും പിന്നെ താഴെ വൈറ്റ് കോട്ട് ഡ്രീമി ഇൻസ്റ്റഗ്രാമബിൾ പ്ലേസ്. അപ്പോൾ നമ്മളിപ്പോൾ മേലെ എത്തിയിട്ടാകുമ്പോൾ വിന്നിൻ്റെ അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. ഇവിടെ ഒരു പഴയ ജീപ്പൊക്കെ വെച്ചിട്ട് നല്ല ലുക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നല്ല രസമുണ്ട് കാണാൻ. അപ്പം നമ്മളിപ്പം ഹണി റിഫൈനറിൻ്റെ അകത്തേക്ക് കയറി. ഇവിടെ 10 റിയാൽസ് ഉണ്ട് പെർ പേഴ്സൺ ടിക്കറ്റ് പ്രൈസ്. അപ്പം ഇവിടെ കയറിയിട്ടുണ്ടാകുമ്പോൾ നോക്ക് ഇത്ര ബ്യൂട്ടിഫുൾ ഒരു വെയിറ്റിംഗ് ഏരിയ. വാവ്, ഇത് ഗ്രീസിൽ പോയതുപോലെ തന്നെ ഉണ്ട്, സെയിം അതേ മോഡലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അവരല്ലേ. ഈ വൈറ്റും ബ്ലൂവും ഒരു അടിപൊളി കോമ്പിനേഷൻ അല്ലേ? വൈറ്റും ബ്ലൂവും പിന്നെ കളർഫുൾ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ കാണാനൊരു നല്ലൊരു ഡ്രീമി പ്ലേസ്. നല്ലൊരു കണ്ണിന് ഇങ്ങനെ കുളിർമയേകുന്ന കളർ. നമ്മൾ ഇങ്ങനെ ബീച്ചിൻ്റെ വൈബ്സ് ഉണ്ട് ഇവിടെ ഇങ്ങനെ ബ്ലൂ ആയിട്ട്. ഈവൻ ടേബിളും ചെയറും എല്ലാം അവർ വൈറ്റും ബ്ലൂവും ഒരു തീമിലാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാനൊരു ഭംഗിയുള്ള ബിൽഡിംഗ് ആക്ച്വലി ഗ്രീസ് പോലുള്ള സ്ഥലം. അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലെത്തി. അപ്പോൾ ഇവിടെ ഒരു ഹണി കോട്ടേജ് കാണുന്നുണ്ട്, അതിനകത്തേക്ക് പോയിട്ട് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വെറൈറ്റി ഓഫ് തേന്, പിന്നെ തേന് എടുക്കുന്ന ഹാർവെസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് ഡിസ്പ്ലേ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ തേനും ഇത് കുറേ കളേഴ്സ് ഉണ്ട്. ഓക്കെ, കളേഴ്സിൻ്റെ ഓരോ തേനിൻ്റെ അടിയിലും അവർ എഴുതി വെച്ചിട്ടുണ്ട് ഈ തേൻ്റെ പേരും, പിന്നെ ആ തേനിന് കുറേ മെഡിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ തേൻ്റെ കളറും ടേസ്റ്റെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇത് ഏത് മാസത്തിലാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്, അതായത് ഏത് കാലാവസ്ഥയിലാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്, ഏത് പൂവിൽ നിന്നാണ് ഇതെടുക്കുന്നത്, അതൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, നമ്മൾ വൈറ്റ് ഹണി ഉണ്ടല്ലോ അത് തണുത്ത കാലാവസ്ഥയിലാണ് കിട്ടുന്നത്. അപ്പം റെയിനി മഴക്കാലം ആകുമ്പോഴത്തേക്ക് നല്ല നേരിയ തേനായിരിക്കും കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ തേൻ്റെ കളേഴ്സ്? എനിക്ക് ഇതൊന്നും തേനിൻ്റെ കളർ ഇങ്ങനെ ഉണ്ടെന്നൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് തേന് വേണമെങ്കിൽ വാങ്ങിക്കാം, ഹാർവെസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ അതും വേണമെങ്കിൽ വാങ്ങിക്കാം. തേൻ്റെ പ്രൈസൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്കിങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിലിക്ക് വന്നിട്ട് ഇവിടെ ഒരു മജ്ലിസ് പോലെ ഇരുന്ന് ഇവിടെ ഒരു കോഫി ഷോപ്പിലുണ്ട്, അവിടുന്ന് കോഫിയൊക്കെ വാങ്ങിച്ച് ഇവിടെ ഇരുന്നൊന്ന് റെസ്റ്റ് ചെയ്ത് അടിപൊളിയാക്കാം. നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ വെച്ച് ഒരു ഫ്ലോറിസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ട് ഒരു നല്ലൊരു അടിപൊളി ഒരു വൈബിളുള്ള ഏരിയ. അപ്പോൾ ഞാൻ പറയായിരുന്നു എൻ്റെ വീട്ടിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ഏരിയ ആണ് വേണ്ടത്. അവിടെ ഒരു ചെയറൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് ആ ഡോറൊക്കെ കാണുന്നില്ലേ, ഒരു നല്ലൊരു ലുക്കില്ലേ. നെക്സ്റ്റ് ഇപ്പം നമ്മൾ പോകുന്നത് ഹണി ടേസ്റ്റിംഗ് സ്ഥലത്തേക്കാണ്. അവിടെ കുറേ ഹണി ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്, നമുക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. ടേസ്റ്റ് നോക്കാം അല്ലേ? നല്ലുണ്ട്, ഓറഞ്ച് ബ്ലോസം ഹണി. അപ്പം നമ്മൾ ഹണിയെല്ലാം ടേസ്റ്റ് ചെയ്ത് എത്ര കുറേ വെറൈറ്റി ഹണി ഉണ്ടായിരുന്നു. നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തന്നെ ഡൗട്ടായി എന്ത് വാങ്ങിക്കണം. അങ്ങനെ ലാസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നമ്മൾ. എന്തായിരുന്നു അതിൻ്റെ പേര്? ബ്ലാക്ക് സീഡ് അല്ലേ? ആ ബ്ലാക്ക് സീഡ് ഹണി വാങ്ങിച്ചിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് ഹണി തിന്നലെന്നേക്കും പണി. അപ്പോൾ ഇവിടെ ഈ ഹണി റിഫൈനറിയും ഹണി ഈ ഒരു കോട്ടേജും ഇതെല്ലാം ഉണ്ടാക്കിയത് ഒരു എൻജിനീയറാണ് കേട്ടോ. അപ്പോൾ അയാളുടെ പേരാണ് മുഹമ്മദ് അൽ അൽമായി. അപ്പോൾ അവർ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. നമ്മളിവിടെ കയറുമ്പോൾ കാണുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും അവരെ വീടാണ്, അവർ എഴുതി വെച്ചിട്ടുണ്ട് പുറത്ത് നമ്മളെ വീടാണ്, ആരും ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. പിന്നെ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മളിപ്പം ഹണി ടേസ്റ്റിങ്ങിന് പോയത്.
അപ്പം നമ്മളിവിടുന്ന് ഹണിയെല്ലാം ടെസ്റ്റ് ചെയ്ത് ഹണിയെല്ലാം വാങ്ങിച്ച് ഇവിടുന്ന് പോവാണ്. അപ്പം അബഹാൽ ആരെങ്കിലും വരികയാണെങ്കിൽ ഈ ഹണി ഫാം വിസിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.